നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മന്നത്ത് പത്മനാഭൻ എന്താ പറഞ്ഞത്? മന്നത്ത് പത്മനാഭന് പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണെന്ന് മാത്രമല്ല, ഞാൻ ഒരു നായർ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. ഞാൻ നായന്മാരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നായന്മാർക്ക് സ്കൂൾ വേണം, കോളേജ് വേണം, നായന്മാർ സംഘടിക്കണം, അവകാശബോധമുള്ളവരാവണം. പക്ഷേ മന്നത്ത് പത്മനാഭനെ ലോകം വിളിക്കുന്നത്, കേരളം വിളിക്കുന്നത്, അയാൾ ഒരു റിഫോർമർ എന്ന നിലക്കാണ്, ഒരു മാതൃകാ പുരുഷൻ എന്ന നിലക്കാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ എന്നാണ് നമ്മൾ വിളിക്കുക. മലയാളത്തിന്റെ ഗുരുവാണ് ശ്രീനാരായണൻ, മലയാളത്തിന്റെ ഗുരുദേവനാണ് ശ്രീനാരായണൻ. പക്ഷെ ശ്രീനാരായണൻ സംസാരിച്ചത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, ഹിന്ദുക്കൾക്കകത്തുള്ള ജാതിയിലെ ഈഴവന്മാർക്ക് വേണ്ടിയാണ്. ഈഴവന്മാർക്ക് വിദ്യാഭ്യാസം വേണം, പുരോഗതി വേണം, ഈഴവന്മാർ നന്നാവണം. പക്ഷേ ആ ഗുരുദേവൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണ്. കാരണം ഗുരുദേവനോ മന്നത്ത് പത്മനാഭനോ മറ്റൊരു സമുദായത്തെയും ഉപദ്രവിക്കണമെന്ന് പറഞ്ഞില്ല. അവരെ ബഹുമാനിക്കുകയും ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഈ മണ്ണെന്ന് പറയുകയും ചെയ്തു. വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സിദ്ദി സാഹിബ്, ഇവരൊക്കെയും സാമുദായിക പ്രവർത്തകരാണ്. ഞാൻ മുസ്ലിമാണ്, എന്റെ മതത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, അവർ സംഘടിക്കണം, അവർക്ക് പുരോഗതി വേണം എന്ന് അവർ പറഞ്ഞു. അവർ കേരളത്തിന്റെ നവോത്ഥാന നായകരാണ്, കേരളം ബഹുമാനിക്കുന്നവരാണ്. കാര്യം, അവർ മറ്റൊരു സമുദായത്തെയും ഉപദ്രവിക്കുന്നവരോ ആക്ഷേപിക്കുന്നവരോ അല്ല. ഇതാണ് സാമുദായിക പ്രവർത്തനത്തിന്റെ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം. അതിന് തലമുടിനാരിട എന്ന വാക്ക് പറഞ്ഞത് CH ആണ്. അതിനപ്പുറം നിങ്ങൾ മറ്റൊരാളുടെ അവകാശത്തെ കവർന്നെടുക്കരുത്. അതിനപ്പുറം നിങ്ങൾ മറ്റൊരാളുടെ അവകാശത്തിൽ നിന്ന് കവർന്നെടുക്കുകയോ നിങ്ങളുടെ അവകാശം വിട്ടുകൊടുക്കുകയോ ചെയ്യരുത്. ലീഗ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ഘടകം അതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ അടുത്ത് മാർപ്പാപ്പ മരിച്ചു. മാർപ്പാപ്പ മരിച്ചപ്പോൾ ലോകമാണ് കരഞ്ഞത്. അത്രമേൽ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു മാർപ്പാപ്പ. ലോകത്തെ എല്ലാവർക്കും മാർപ്പാപ്പയോട് ഇഷ്ടമായിരുന്നു. മാർപ്പാപ്പ ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ, ലോകത്തിലെ ഏറ്റവും മുതിർന്ന അവരുടെ പുരോഹിതനാണ്. പക്ഷേ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയപ്പോ നമുക്ക് എന്തിനാണ് സങ്കടമുണ്ടായത്? ലോക പൗരോഹിത്യത്തിന്റെ മുമ്പിൽ മാർപ്പാപ്പയുണ്ട്. തന്റെ വീട്ടിലെ 2 മുറിക്കകത്താണ് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടിയത്. ലാളിത്യത്തോടെ,